ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള നാടാർ മഹാജന സംഘത്തിൻ്റെ ഓഫീസിന് മുന്നിലാണ്. ഈ ഒരു ഓഫീസ് സംഘപരിവാർ RSS ആസ്ഥാനമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് KNMS ഭാരവാഹികൾ ഒന്നടങ്കം ഉന്നയിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് പിന്നിൽ നിന്നും ചരട് വലിക്കുന്നത് എന്ന തരത്തിലുള്ള വാദങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് KNMS വക്താവ് LS പ്രമോദാണ്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. KNMSന്റെ ഓഫീസ് RSSന്റെ കേന്ദ്രമാക്കി മാറ്റുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണല്ലോ ഉന്നയിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ അതായത് രാജീവ് ചന്ദ്രശേഖറാണ് ഈ വിഷയത്തിൽ ചരട് വലിക്കുന്നത് പിന്നിൽ നിന്ന്. ഈ വിഷയത്തിൽ എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറുമായി സമുദായത്തിലെ VSDP എന്ന ഒരു സംഘപരിവാർ സംഘടനയുമായി ബന്ധപ്പെട്ടാണ് KNMS ഓഫീസ് പിടിച്ചെടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നത്. തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെയുള്ള തമലം എന്ന ശാഖയുടെ ഓഫീസ് ഒരു ദിവസം ഒരു സമ്മേളനം നടത്താനെന്ന് പറഞ്ഞ് അകത്ത് കയറുകയും മണിക്കൂറുകൾ കൊണ്ട് ഓഫീസിൻ്റെ ബോർഡ് മാറ്റി VSDP ഓഫീസെന്ന് മാറ്റുകയും വർഷങ്ങളായി കോടതിയിൽ കേസ് പറഞ്ഞിട്ടും വിധിയാവാതെ കിടക്കുകയാണ്. നെയ്യാറ്റിൻകരയിൽ പുന്നക്കാട് എന്നൊരു സ്ഥലത്ത് ഒരു കല്യാണ മണ്ഡപത്തിന് വേണ്ടി KNMS സംഘടിപ്പിച്ച ഭൂമിയെ RSSൻ്റെ കൊടി അതിൻ്റെ നടുവിൽ കുത്തിവെച്ച് പിടിച്ചെടുത്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി രാജീവ് ചന്ദ്രശേഖർ BJPയുടെ പ്രസിഡൻ്റായി വന്നതിന് ശേഷമാണ് KNMSൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പിടിച്ചെടുക്കാൻ ചന്ദ്രശേഖരൻ വഴി ശ്രമം നടത്തുന്നത്. ചന്ദ്രശേഖരൻ അറിയപ്പെടുന്ന ഒരു സംഘപരിവാർ തലവനാണ്. എന്താണ് നിങ്ങളുടെ അടുത്ത നീക്കം? എന്താണ്? ഇങ്ങനെയാണല്ലോ നടക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് എന്താണ് നിങ്ങൾ ഇതിൽ ചെയ്യുന്നത്? പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ടോ? എന്താണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ? KNMS സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പിടിച്ചെടുക്കാൻ 20-ാം തീയതി ഞായറാഴ്ച VSDP നേതാക്കളും മറ്റു പല സംഘപരിവാർ നേതാക്കളുമായി വഴുതക്കാട് ഓഫീസിലേക്ക് എത്തിച്ചേരും എന്നാണ് പോസ്റ്റർ കണ്ടത്. അവർ വരുന്നതിനെ ചെറുക്കാൻ KNMSൻ്റെ സംസ്ഥാന കമ്മിറ്റി ഒരു സന്നദ്ധ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. KNMSൻ്റെ ഭൂമികൾ കയ്യേറിയിട്ടുള്ള എല്ലാ ഭൂമികളും തിരിച്ചു പിടിക്കാൻ KNMS ഒരു സന്നദ്ധ സേന രൂപീകരിച്ചിട്ടുണ്ട്. തികച്ചും ജനാധിപത്യ മര്യാദയനുസരിച്ച് പ്രവർത്തിക്കുന്ന നാടാർ സമുദായത്തിൻ്റെ സംഘടനയാണ് KNMS. മാതൃസംഘടനയാണ്, മാതൃകാ സംഘടനയാണ്. അതിനെ നശിപ്പിക്കാനോ പിടിച്ചെടുക്കാനുള്ള ഏത് ശ്രമത്തെയും ജീവൻ കൊടുത്തും ഞങ്ങൾ നേരിടും. KNMSൻ്റെ ഭാരവാഹി എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയുന്നത്? അല്ല, ചന്ദ്രശേഖരന് BJP അജണ്ടയാണ്. അപ്പോൾ BJP ഒരാളാണ്. അപ്പോൾ ഒരു സംഘടനയുടെ പേരിൽ നിന്നിട്ട് അപ്പം സംഘടനയിലെ ഒരു സപ്പോർട്ട് എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ BJPയിലോട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചും കൊണ്ട് സംഘടന ഒരു സൈഡ് സംഘടനയും മറു സൈഡ് BJP നയവും, ആ നയം വെച്ചും കൊണ്ട് ഒരിക്കലും നമ്മളെ ഓഫീസിനെ പിടിച്ചെടുക്കാനോ നാടാർ സമുദായത്തിനെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ കൊണ്ടുവന്ന് ചൊരുവി വയ്ക്കാനോ പറ്റില്ല. KNMSന് രാഷ്ട്രീയമില്ല, മതമില്ല, ജാതി സംഘടനയാണ്. ജാതി സംഘടനയ്ക്ക് വേണ്ടി മാത്രമാണ് KNMS നിലകൊള്ളുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് ഓഫീസ് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞു വന്നാൽ അതൊരിക്കലും അംഗീകരിക്കില്ല. അതിനിപ്പോൾ അതായത് BJPയെ കൊണ്ട് സപ്പോർട്ട് ചെയ്യിപ്പിച്ച് ഇപ്പോൾ പോലീസിനെയും ബാക്കിയുള്ളവരെല്ലാവരെയും സ്വാധീനിച്ചും കൊണ്ട് സംഘടനയെ പിടിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. സംഘടന എന്ന് പറഞ്ഞാൽ നാടാർ സമുദായത്തിൻ്റെ സംഘടനയാണ്. ഇതിപ്പം ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു ചെയർമാൻ ഭരണത്തിനോ അല്ലെങ്കിൽ BJPക്കോ പിടിച്ചെടുക്കാൻ വേണ്ടി കഴിയില്ല. ഇത് അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയില്ല. ഇതിനു വേണ്ടി ആൾക്കാരുണ്ട്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്, ബാക്കി താലൂക്ക് തലത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അദ്ദേഹം ഗൂഢാലോചന നടത്തുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിലെന്താണ് പ്രതികരണം? അത് പല പ്രാവശ്യമായിട്ടുണ്ട്. അപ്പം ഇവിടെ പല കാര്യങ്ങളും കമ്മിറ്റി അംഗങ്ങൾ അറിയാതെ തീരുമാനങ്ങൾ എടുക്കുകയും ഇവരേതായിട്ടുള്ള ഇഷ്ടങ്ങളായിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ സഹിതം പല കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ കമ്മിറ്റിയിൽ നമ്മൾ ചോദ്യം ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇതിൽ ഒരു കൂട്ടം പ്രവർത്തകരായിട്ടുള്ളവരെ നമ്മൾ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂടെ കയ്യിലെടുത്തും കൊണ്ടാണ് ഇപ്പം BJP പാർട്ടിയും ചന്ദ്രശേഖരനെയും കൂടെ ചേർത്ത് പിടിച്ചും കൊണ്ട് ഈ ഓഫീസും കയ്യേറാം, ഒരു ദിവസം കൊണ്ട് കയ്യേറി പിന്നെ ഇതിൽ അവർക്ക് BJPയുടെ ഓഫീസ് മേളിലത്തെ നില BJPയുടെ ഓഫീസിന് വാടകയ്ക്ക് കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യവും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പം നല്ല രീതിക്ക് ഇതിന് പ്രതികരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് നടക്കില്ല, അവരെ ആഗ്രഹമാണ്, അത് നടക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്.
ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KNMS സംസ്ഥാന ജനറൽ സെക്രട്ടറി പാറശാല കൃഷ്ണൻകുട്ടിയാണ് നമ്മളോടൊപ്പം ചേർന്നത്. സർ, KNMSന്റെ ഈ ഒരു ഓഫീസ് സംഘപരിവാർ RSS ആസ്ഥാനമാക്കി മാറ്റുന്നു എന്നൊരു ആരോപണമാണ്, ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണല്ലോ ഉന്നയിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം? തീർച്ചയായും ഇത് കുറേ കാലമായി അവരാലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ സന്ദർഭമൊത്ത് വന്നു എന്നുള്ള നിലയിൽ 20-ാം തീയതി ഇതിനകത്ത് തള്ളിക്കയറാനുള്ള ശ്രമം. എന്തു വന്നാലും KNMSൻ്റെ ഒരു കുഞ്ഞിൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഇത് സംഘപരിവാറിന് കൊടുക്കുന്ന പരിപാടിയേ ഇല്ല. KNMS എന്ന് പറയുന്നത് അറിയാമല്ലോ, എല്ലാ വിഭാഗങ്ങളും 23 അവാന്തര ക്രിസ്തീയ വിഭാഗങ്ങളും ഹിന്ദു വിഭാഗവും കൂടെ ചേർന്നതാണ് KNMS. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനുശ്രീ MB, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.